എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാവേ. അതിനായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് കൊത്തി അരിഞ്ഞത്, ബീട്രൂട്ട് കൊത്തി അരിഞ്ഞത്, കുറച്ച് സവോള കൊത്തി അരിഞ്ഞത്, പിന്നെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പം നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് വഴറ്റാം. സവോള ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാവേ. ഇതെല്ലാം ചെറിയ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതേ, നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒത്തിരി നല്ലതായിട്ടൊന്നും മൂത്ത് പോകണ്ട. ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പം ബീട്രൂട്ട് കൂടെ ചേർത്ത് ഇളക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാവേ. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് മൂടി വേവിച്ചെടുക്കാം. ഈ പച്ചക്കറി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി വരണം. നമ്മൾ ഈ കടിക്കുമ്പോൾ കിരികിരാന്നിരിക്കരുത്. അപ്പോൾ അതേ ഒരു അടപ്പ് വെച്ച് മൂടി കൊടുത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ദേ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണേ. അപ്പോൾ ദേ ഇതെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇച്ചിരി മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി കേട്ടോ. അപ്പം ഒരു 2-3 സ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ പൊടികളും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി ഉടച്ചെടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് പോരെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ മിക്സിൻ്റെ ഈർപ്പം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റസ്ക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരിച്ചിരി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് റസ്ക് പൊടി ചേർത്ത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് ഉരുട്ടുമ്പം പൊട്ടിപ്പോകാതെ ഉരുട്ടിയെടുക്കുന്ന പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റസ്ക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കുന്നത്. റസ്ക് പൊടി നമ്മൾ സാധാരണ റസ്ക് മേടിച്ച് പൊടിച്ചെടുത്താലും മതി, അല്ലെ ബേക്കറി റസ്ക് പൊടി മേടിക്കാൻ കിട്ടുമേ. അതേ, ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇത് ഓരോ ബോൾസായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ കൈവച്ച് ഷേപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ കട്ട്ലേറ്റ് കട്ടറൊക്കെ മേടിക്കാൻ കിട്ടുമേ പല ഷേപ്പിലുള്ളത്. അത് വെച്ച് വേണേലും ചെയ്യാതെ ഉള്ളവർക്ക് അത് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ കൈ വെച്ചാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്.
ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഉടച്ചു വെക്കാവേ. ഞാൻ ഈ മുട്ടയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ 2 മുട്ട എടുത്ത് ഉടച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് റസ്ക് പൊടിയും കൂടെ എടുത്തു വെക്കാം. ഇനി നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റും ഈ മുട്ടയിൽ മുക്കിയിട്ട് ഈ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കൈ വെച്ച് മുട്ടയിൽ മുക്കിയിട്ട് മറ്റേ കൈ വെച്ച് വേണം ഈ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ റസ്ക് പൊടിയെല്ലാം നനവ് കൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കുവേ. അപ്പോൾ നമുക്ക് ഓരോ കട്ട്ലേറ്റ്സും ഇതുപോലെ മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കാവേ. ഇനി മുട്ട കൂട്ടാത്തവരോ മുട്ട അലർജി ഉള്ളവർക്കൊക്കെ ഈ മുട്ടയുടെ ബാറ്ററിന് പകരം ഇച്ചിരി മൈദ കലക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റ്സും ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാക്കി വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പുറം എല്ലാം കരിഞ്ഞു പോയിട്ട് ഉള്ള് ശരിക്ക് വേകാതിരിക്കുവേ. പിന്നെ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ അതേ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവേ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കട്ട്ലേറ്റ്സും ഇതുപോലെ വറുത്തെടുക്കാവേ. അടുത്ത ബാച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഈ പൊടി കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോകും. അത് നമുക്ക് ഒരു അരിപ്പ വെച്ച് പൊടി എടുത്ത് കളഞ്ഞിട്ട് വേണം പിന്നെ വറുത്തെടുക്കാൻ. അപ്പോൾ അതേ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.